പ്രേമലു. യെസ്, പ്രേമലു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സിനിമ റിലീസ് ആവാൻ പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ സ്വന്തം നസ്രിനൊക്കെയാണ് ഈ ഒരു സിനിമയിലെ നായകനായിട്ട് വരുന്നത്. മമിത ബൈജു നായികയായിട്ട് വരുന്നു. പിന്നെ പാട്ട് എന്തൊക്കെയോ സംഭവം, അതിന്റെ പോസ്റ്റർ ഒരുപാട് വൈറലായ ഒരു സംഭവമായിരുന്നു. സോ അതിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് ഗൈസ്, ട്രെയിലർ വന്നിരിക്കുകയാണ്. സോ ഒബിയസ്ലി നമുക്ക് ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാം. നല്ലൊരു കോമഡി അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനർ പടമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ എനിക്ക് ഉണ്ട്. ഉറപ്പായിട്ടും നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള എന്തോ ഒരു സംഭവം. പിന്നെ ഇതിനകത്ത് ഭാവന സ്റ്റുഡിയോസിന്റെ ഒരു സംഭവം, അത് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന സംഭവമാണ്. ഭാവന സ്റ്റുഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സംഭവം കിട്ടും. ഇപ്പൊ പാൽത്തു ജാൻവർ ആണെങ്കിലും അതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരമാണെങ്കിലും ഒബ്വിയസ്ലി ആ ഒരു സംഭവം കിട്ടുമല്ലോ. സോ എന്തായാലും നമുക്ക് കാണാം നെസ്ലിന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ. സോ ലെറ്റ്സ് പ്ലേ ദ ട്രെയിലർ. ഇത് ട്രെയിലറാണ്, അത്യാവശ്യം ലെങ്ത് ഉണ്ട് ട്രെയിലർ എന്ന് പറയുമ്പോൾ. ടീസറിനാണല്ലോ കുറച്ച് ലെങ്ത്. ഓക്കെ, സോ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ, ട്രെയിനിൽ ചാടിക്കേറ. സത്യം പറഞ്ഞ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ കുറച്ച് ഓക്കെ, ഒരു ലവ് സ്റ്റോറി, ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി ആണ്. ഓക്കെ, നെസ്ലിൻ മമിത ബൈജു ഒരു കോംബോ. ഓക്കെ, സോ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്ക് ചാടിക്കുന്നത്. Okay, from the producer of Kumbalangi Nights, Joji. Expectation is high, guys. റീനു, ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? Sachin. മോനെ അടങ്ങ്. Okay, നല്ലൊരു വൈബ് ഇല്ലേ? ശബ്ദം മാത്രമല്ല, പിന്നെ മണ്ടനും ഹൈദരാബാദിന് മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ദയോടെ വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമയെ കിടക്കണ പോലെയാണ്. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ടോ, ചത്തോന്ന് വെച്ചാൽ ചത്ത്. ഓക്കെ, നൈസാണ് ആ ഒരു സംഭവം. ഓക്കെ, നൈസ്. റീനു. നിന്റെ കാമുകിനെ പറ്റി ഞാൻ കുറച്ച് കുറ്റം പറയട്ടോ. നടപടിയാവൂല. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുള്ള നിന്നെ പറ്റി പരിപാടി നടക്കൂല. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ, അവളെക്കാളും പ്രായവും പക്വതയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. IT ഫീൽഡിൽ നിന്ന ഒരാളാണ്. പ്രേമത്തിൽ ട്വിസ്റ്റ്. ഇത് നമ്മുടെ മറ്റേ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയല്ലേ? പുള്ളി കുറച്ച് സിനിമയിൽ ഇപ്പോൾ കാണും. അടിപൊളി രസമായിട്ടോ, നല്ല അഭിനയ പുള്ളിയുടെ. കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിനക്ക് മറ്റേ പറയായിരുന്നില്ല ഒരു ഭംഗിക്ക് എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിന് കിട്ടുമെന്ന്. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? തനിമത്തെ ഇനി നടക്കാൻ പോകുന്നത് യുദ്ധം. മോനെ ജെയ്സൺ സീൻ. സച്ചിനെ മതി, നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. പ്രേമലു. ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. നല്ലൊരു വെറൈറ്റി ടീസറാണ്, ട്രെയിലർ ആട്ടോ. 9-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. സോ എന്തായാലും പ്രേമലു ഒഫീഷ്യൽ ട്രെയിലർ നല്ല അത്യാവശ്യം നല്ലൊരു വേറൊരു വൈബ് തരുന്ന ഒരു ടീസറാണ്. സോ ഒബ്വിയസ്ലി ഒരു പ്രണയമുണ്ട്. പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവർ രണ്ടൊരു പ്രണയം. സോ അവസാനം ഇവർ തമ്മിൽ കല്യാണം കഴിക്കുമോ, അതോ വേറൊരു നായിക വരുമോ, പിന്നെ ആ പ്രണയം മീൻസ് ആ ഒരു വേറൊരു സംഭവത്തിലേക്ക് പോകുന്ന രീതിയിലൊരു ട്രെയിലർ. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ കാണാനുള്ള എക്സ്പെക്ടേഷനൊക്കെ ഈ ട്രെയിലറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്, ഉറപ്പാണ്. നല്ലൊരു ട്രെയിലർ തന്നെയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഒരു മീൻസ് ആ ട്രെയിലർ കട്ടും നല്ല രസമുണ്ട്.
നമുക്ക് സിനിമ കാണാൻ തോന്നുന്ന ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ട്രെയിലറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും പ്രേമലു, വെയിറ്റിംഗ് ഫോർ പ്രേമലു. എന്തായാലും നല്ലൊരു സിനിമ തന്നെ നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇനി അടുത്ത് ഏതൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം ഗൈസ്, വണക്കം.